നമസ്കാരം. കൃഷ്ണാരമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവേതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥനാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥനാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് അതായത് ഓഗസ്റ്റ് 20-20 തീയതി 30 വ്യാഴാഴ്ച ശ്രീലകത്ത് ശ്രീ ഗുരുവായൂരപ്പൻ വെണ്ണയും ഓടക്കുഴലും പിടിച്ചു നിൽക്കുന്ന പൊന്നുണ്ണികൃഷ്ണനാണ്. കുഞ്ഞുണ്ണികൃഷ്ണനാണ്, സർവ്വാഭരണ വിഭൂഷിതനാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഉച്ചപൂജ തൊഴുതു വരികയാണ് ഞാൻ. എന്നിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളിലേക്ക് ഇത് ഓഗസ്റ്റ് 21 തീയതി ആയിരിക്കും എത്തുന്നത്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പൂന്താനവും ഉണ്ണികൃഷ്ണനും എന്ന് പറഞ്ഞു. അമ്പലപ്പുഴ ഉണ്ണികൃഷ്ണനും ഗുരുവായൂരപ്പനും ആയിരുന്നു അന്നത്തെ അലങ്കാരം എന്ന് പിന്നീട് അറിഞ്ഞു. ഞാൻ അന്നത്തെ ദിവസം രാവിലെ ആട്ടോ തൊഴുതത്. അപ്പോൾ അന്ന് എനിക്ക് ഉച്ചപൂജയ്ക്കും വൈകുന്നേരം ഒന്നും പോകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളിലേക്ക് യഥാർത്ഥ അലങ്കാരം എന്താണെന്ന് എത്തിക്കാൻ പറ്റിയിട്ടില്ല. ക്ഷമിക്കൂ കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇന്ന് നമുക്കൊരു കഥയിലൂടെ തുടങ്ങാം അല്ലേ. നിങ്ങളിൽ എല്ലാവരും മിക്കവാറും ഒരു 90% ആൾക്കാരും ശ്രീമദ് ഭാഗവത സപ്താഹം കേട്ടിട്ടുള്ള ആൾക്കാരായിരിക്കും അല്ലേ. ശ്രീമദ് ഭാഗവത സപ്താഹത്തിന് മുൻപായിട്ട് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം പറയലുണ്ട്. നാരായണീയം തുടങ്ങുന്നതിന് മുൻപ് നാരായണീയത്തിൻ്റെ മഹാത്മ്യം പറയാറുണ്ട്. ആചാര്യൻ എടുത്ത് പറയാറുണ്ട്. മാഹാത്മ്യം ഇല്ല, നാരായണീയത്തിന് അങ്ങനെ എഴുതപ്പെട്ട അധ്യായ രൂപേണ ഉള്ള മാഹാത്മ്യമില്ല. എന്നാലും വായ്മൊഴിയിലൂടെ പറഞ്ഞു കേട്ടത് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആചാര്യൻ ഉണ്ടാക്കിയ മാഹാത്മ്യത്തിനെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലേ. ഇതേപോലെ അല്ല പക്ഷേ ഭാഗവതത്തിൽ 6 അധ്യായം, ആദ്യത്തെ 6 അധ്യായത്തിൽ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് ഭാഗവതം കേൾക്കുന്നതിൻ്റെ സപ്താഹ രൂപേണ ശ്രവിക്കുന്നതിൻ്റെ മാഹാത്മ്യം എത്രത്തോളം വലുതാണ് എന്നുള്ളത്. നമുക്ക് പരീക്ഷിത് മഹാരാജാവിൻ്റെ കഥയൊക്കെ അറിയാമല്ലേ. അതുപോലെ നമുക്കിന്ന് ഗോകർണൻ്റെ കഥ കേൾക്കാം. ഗോകർണൻ ആരായിരുന്നു, ഗോകർണൻ്റെ എന്തായിരുന്നു എന്നുള്ളതൊക്കെ ഇന്നത്തെ കഥയിലൂടെ വിശദീകരിക്കാം കേട്ടോ. ആത്മദേവൻ എന്നൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ദുന്ധുലി എന്നൊരു ഭാര്യയും ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് വർഷങ്ങളായിട്ട് കുട്ടികളുണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് വലിയ വിഷമമുണ്ടായിരുന്നു കുട്ടികളില്ലാത്തതിൽ കേട്ടോ. പക്ഷെ ദുന്ധുലിയെ സംബന്ധിച്ചിടത്തോളം അത്ര വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹം എന്തായാലും ഈ കുട്ടികളില്ലാത്തതിൻ്റെ സങ്കടത്തിൽ ഒരു സന്യാസിയെ ചെന്ന് കണ്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇങ്ങനെ എനിക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാവാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞു, അങ്ങേക്ക് സന്താനങ്ങളില്ലാത്തത് നന്നായി. അതൊക്കെ പണ്ടുകാലത്ത് മുത്തശ്ശിമാർ പറയുന്ന സ്ഥിരം ഡയലോഗാണ്. ഇന്നും ഞാനും കടമെടുക്കാറുണ്ട് ഇടയ്ക്ക്. കുട്ടികളില്ലെങ്കിൽ കുട്ടികളില്ല എന്ന ഒറ്റ ദുഃഖം മാത്രമേ ഉള്ളൂ. കുട്ടികൾ ഉണ്ടായാൽ അനേകം ദുഃഖങ്ങളാണ് എന്ന് വെച്ചാൽ അവർ എന്താ പറയുക, അതാത് പ്രായത്ത് ചെയ്യേണ്ടതെല്ലാം ചെയ്യണ്ടോ, നടക്കണ്ടോ, ഇരിക്കണ്ടോ, ചിരിക്കണ്ടോ, കളിക്കണ്ടോ, വർത്തമാനം പറയണ്ടോ. ഇല്ലെങ്കിൽ നമുക്ക് നല്ല ടെൻഷൻ. അത് കഴിഞ്ഞാൽ അവർ സ്കൂളിൽ പോയി തുടങ്ങിയാൽ അവർ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ, പിന്നെ അവർക്ക് ജോലി കിട്ടണം, പിന്നെ അവർക്ക് വിവാഹം, അങ്ങനെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ആദ്യ പിടിച്ചുകൊണ്ടിരിക്കും ഇല്ലേ. പക്ഷെ അതേമാതിരിയാണ് ഈ സന്യാസി പറഞ്ഞത്, അങ്ങേക്ക് കുഞ്ഞുങ്ങളില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിക്കൂ, ഭഗവാന്റെ ഇച്ഛ അതാണെന്ന് വിചാരിക്കുന്നു. പക്ഷേ ആത്മദേവന് അതങ്ങനെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ല, എനിക്ക് ഒരു കുഞ്ഞിനെ വേണം എന്ന് വലിയ ആഗ്രഹമുണ്ട്, അങ്ങ് അനുഗ്രഹിക്കണം എനിക്ക് ഒരു കുഞ്ഞുണ്ടാവാൻ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിന് ഈ സന്യാസി ഒരു പഴം കൊടുത്തിട്ട് പറഞ്ഞു, ഇത് അങ്ങയുടെ ഭാര്യയ്ക്ക് കഴിക്കാൻ കൊടുത്തോളൂ, എന്തായാലും കുഞ്ഞുണ്ടാവും എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ആത്മദേവൻ വന്ന് ദുന്ധുലിയുടെ കയ്യിൽ ഈ ഒരു പഴം കൊടുത്ത സമയത്ത് ദുന്ധുലി വിചാരിച്ചു, എങ്ങനെയപ്പം പ്രസവിക്കുക, ഈ 10 മാസക്കാലം ഈ കുട്ടിക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കണം, വയറൊക്കെ വീർത്ത് വരും, അതിനുശേഷം വേദന സഹിച്ച് പ്രസവിക്കണം, അതിനുശേഷം സൗന്ദര്യം നഷ്ടപ്പെടും, ഇങ്ങനെ പല ചിന്തകളും. വേദന സഹിക്കുക, സൗന്ദര്യം നഷ്ടപ്പെടുക, ഇത്രയൊക്കെ ത്യാഗം സഹിച്ച് ഒരു കുഞ്ഞുണ്ടാവണം എന്ന് എന്താ പത്ര നിർബന്ധം എന്നായി ദുന്ധുലിയുടെ ചിന്ത. അപ്പോൾ ദുന്ധുലി എന്ത് ചെയ്തു, ഈ പഴം കൊണ്ടുപോയി പശുവിന് കൊടുത്തു. എന്നിട്ട് ആ ദുന്ധുലിയുടെ സഹോദരിയെ പറഞ്ഞ് ചട്ടം കെട്ടി. ആ സഹോദരി ഇപ്പോൾ എന്താ പറയുക, ഗർഭിണിയായിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ആ കുഞ്ഞിനെ എനിക്ക് തരൂ, ഞാൻ പ്രസവിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ആത്മദേവനെ കാണിച്ചു കൊടുക്കാം. അങ്ങനെ എടുത്തി അനിയത്തിയാരൊക്കെ ഇങ്ങനെ എന്താ പറയുക എല്ലാം പറഞ്ഞ് എല്ലാം സെറ്റാക്കി വെച്ച് ഈ ദുന്ധുലി ഗർഭിണിയായതായിട്ട് അഭിനയിച്ച് അങ്ങനെയൊക്കെ പോയി. എന്നിട്ട് ദുന്ധുലിയുടെ സഹോദരി പ്രസവിച്ച ആ ഒരു കുഞ്ഞിനെ ഇദ്ദേഹം, അതായത് ആത്മദേവൻ്റെ മുൻപിൽ ദുന്ധുലി പ്രസവിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു. അതിൻ്റെ പേര്, ആ കുഞ്ഞിൻ്റെ പേര്, അതിൻ്റെ എന്ന് പറയാൻ പാടില്ല, ആ കുഞ്ഞിൻ്റെ പേര് ദുന്ധുകാരി എന്നായിരുന്നു.
ദുന്ധുകാരി എന്ന് നാമകരണം ചെയ്തു. അതേസമയം ഈ ഒരു പഴം കഴിച്ച പശുവിന് ഒരു മനുഷ്യക്കുഞ്ഞുണ്ടായി. അദ്ദേഹത്തിൻ്റെ ചെവി മാത്രം പശുക്കളുടെ പോലെയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഗോകർണൻ എന്ന് പേരിട്ട് ഇവർ സഹോദരങ്ങളായി വളരാൻ തുടങ്ങി. ഗോകർണനാവട്ടെ സന്യാസി നൽകിയ പഴം നൽകിയിട്ട് അതിൽ നിന്നുണ്ടായ കുഞ്ഞാണ്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിന് എല്ലാവിധ ആത്മീയ ജ്ഞാനവും ഉണ്ടായിരുന്നു. സദ്ബുദ്ധിയുള്ള ഒരു നല്ല കുഞ്ഞായിരുന്നു. ദുന്ധുകാരിയാണെങ്കിലോ, ദുന്ധുകാരി വളരെ മോശം പ്രവർത്തികൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന അത്ര മോശപ്പെട്ടവനായിരുന്നു ദുന്ധുകാരി. അച്ഛനമ്മമാർ പറഞ്ഞാൽ കേൾക്കില്ല, ഇന്നും വഴക്ക്, ധൂർത്ത്, ദുർവ്യയം തുടങ്ങി വളരെയധികം ബുദ്ധിമുട്ടുകൾ മാത്രമാണ് ഈ ദുന്ധുകാരിയിൽ നിന്ന് ആത്മദേവനും ദുന്ധുലിക്കും സഹിക്കേണ്ടി വന്നത്. അവസാനം ആത്മദേവൻ സന്യാസത്തിനായിട്ട് പോവുകയാണ്, ഇവരെയൊക്കെ ഉപേക്ഷിച്ചു. കാരണം ഈ മകനെ കൊണ്ട് ഒരിക്കലും പറഞ്ഞാലും നന്നാവില്ല എന്നുള്ള ഒരവസ്ഥ വരുമ്പോൾ നമ്മളെല്ലാവർക്കും മക്കളിൽ നിന്നുള്ള ദുഃഖമാണ് ഏറ്റവും വലിയ ദുഃഖം എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട് അല്ലേ. അതേമാതിരി ആത്മദേവനും ആ ഒരു ദുഃഖിതനായ ആത്മദേവൻ അദ്ദേഹത്തിൻ്റെ മറ്റേ പുത്രനായിട്ടുള്ള ആ ഗോകർണനിൽ നിന്ന് ആത്മോപദേശങ്ങളെല്ലാം നേടിയതിന് ശേഷം അദ്ദേഹം സന്യാസം സ്വീകരിച്ച് അങ്ങനെ പോയി. എന്നാൽ ദുന്ധുകാരി ആര് പറഞ്ഞാലും കേൾക്കില്ല. അദ്ദേഹം പിടിച്ചു പറയും, മോഷണം, അതുപോലെ ചീത്ത സ്ത്രീകളുമായിട്ടുള്ള സഹകരണം തുടങ്ങി വളരെയധികം മോശം പ്രവർത്തികൾ ചെയ്യുന്ന ഒരു ദുഷ്ടനായി വളർന്നു വരികയാണ്. ഗോകർണൻ വളരെ ജ്ഞാനിയായി വളർന്നു വരുന്ന ആ ഒരു സന്ദർഭത്തിൽ അങ്ങനെ ഒരിടയ്ക്ക് അച്ഛനമ്മമാരൊക്കെ അവരുടെയൊക്കെ കാലം കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയ ദുന്ധുകാരി അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് മുഴുവൻ ദൂർത്തടിച്ച് കളയുകയും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ അനേകം സ്ത്രീകളെ കൊണ്ടുവന്ന് പാർപ്പിക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം കൊണ്ടുവരുന്ന സ്ത്രീകൾ അദ്ദേഹത്തിനെ പോലെയുള്ള സ്ത്രീകളല്ലേ ആവാം. അവർക്ക് ധനമോഹം മാത്രം ഉണ്ടായിരുന്നേ. അവർ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ധനം അതാത് സമയത്ത് ഇങ്ങനെ മേടിച്ചു കൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിനൊക്കെ അവർ അവസാനം ഉണ്ടാവുമല്ലോ, ഈ ധനത്തിനൊക്കെ. ആ ധനമൊക്കെ ഇല്ലാതായപ്പോൾ ഇനി എങ്ങനെയെങ്കിലും ദുന്ധുകാരിയെ ഇല്ലാതാക്കണം എന്ന് അവരെ തീരുമാനിച്ചു. അതിക്രൂരമായിട്ട് ആ സ്ത്രീകൾ എല്ലാവരും ചേർന്ന് ദുന്ധുകാരിയുടെ കഥ കഴിച്ച് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭൗതിക ശരീരം മറവ് ചെയ്യാൻ ഒക്കെ അവരെ മുന്നിട്ടിറങ്ങി. ഈ സമയം ഗോകർണൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു ജ്ഞാനം സമ്പാദിച്ചുകൊണ്ടിരിക്കുകയും ആത്മീയമായ വിചാരത്തിലൂടെയും ഒക്കെ കടന്നു പോകുമായിരുന്നു. അനേകം ദിവസങ്ങൾ കഴിഞ്ഞ് ഈ ദുന്ധുകാരിയുടെ മരണമൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഗോകർണന് ദുന്ധുകാരിയുടെ ആത്മാവിനെ കാണാനിടവന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ പ്രേതത്തിനെ കാണാനിടയായത്. അദ്ദേഹത്തിന് ഈ ഒരു ലോകം വിട്ടു പോകാൻ സാധിച്ചിട്ടില്ല. കാരണം അനേകം ദുഷ്ടകർമ്മങ്ങളാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല വളരെയധികം ബുദ്ധിമുട്ടിലൂടെയാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ദുർമരണമാണ് അദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ ആത്മാവ് പിതൃലോകത്തേക്കോ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ ഒന്നും പോകാൻ സാധ്യമല്ലാതെ ഈ ഭൂമിയിൽ കിടന്ന് കറങ്ങുകയാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയ ഈ ഗോകർണൻ അദ്ദേഹത്തിൻ്റെ സഹോദരന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് അന്വേഷിച്ച് കണ്ടെത്തി. എന്താ കണ്ടെത്തിയത്? ശ്രീമദ് ഭാഗവതം കേൾക്കുക, ഇതാണ് അദ്ദേഹം കണ്ടെത്തിയ മാർഗം. അങ്ങനെ ശ്രീമദ് ഭാഗവത സപ്താഹ രൂപേണ കേൾപ്പിക്കാൻ അദ്ദേഹം തയ്യാറായി. ദുന്ധുകാരിയുടെ പ്രേതാത്മാവിനെ വിളിച്ചു വരുത്തി ഒരു മുളയിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ചെയ്യിപ്പിച്ച് ആ മുളയ്ക്ക് 7 കെട്ടുകൾ കെട്ടിയിട്ട് ആ സപ്താഹം തുടങ്ങി. ഓരോ ദിവസം ഓരോ കെട്ട് വീതം അഴിയാൻ തുടങ്ങി. അതായത് ഈ ദുന്ധുകാരിയുടെ പാപകർമ്മങ്ങൾ ഓരോന്നായിട്ട് മാറി 7ാമത്തെ ദിവസം ആ മുളയിലുണ്ടായിരുന്ന എല്ലാ കെട്ടുകളും മാറി ഈ ദുന്ധുകാരിക്ക് മോക്ഷപ്രാപ്തി, അദ്ദേഹത്തിൻ്റെ പ്രേതരൂപം അദ്ദേഹത്തിന് നഷ്ടമായി. അദ്ദേഹത്തിന് ആ ഒരു ദിവ്യരൂപം സ്വീകരിക്കാനും അങ്ങേ ലോകത്തേക്ക് പോകാനും മോക്ഷം ലഭിക്കാനും ഇടയായി എന്നാണ് ഈ ഒരു കഥ. 7 ദിവസം സപ്താഹം കേട്ട ദുന്ധുകാരിക്ക് ഭഗവാന്റെ ലോകത്തേക്ക് പ്രവേശിക്കാൻ സാധിച്ചു അത്രേ. അപ്പം നമ്മളും സപ്താഹങ്ങളൊക്കെ കേൾക്കാറുണ്ടല്ലേ? ഞാനൊക്കെ കേൾക്കാറുണ്ട് കേട്ടോ. ഈ ശ്രീമദ് ഭാഗവത സപ്താഹം അല്ലെങ്കിലും ശ്രീമദ് നാരായണീയ സപ്താഹം കേൾക്കാനുള്ള ഒരു അനുഗ്രഹം ശ്രീ ഗുരുവായൂരപ്പൻ തന്നിട്ടുണ്ട്. എന്നിട്ട് ഞാനിപ്പോഴും മോക്ഷപ്രാപ്തിയൊന്നും ലഭിക്കാതെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണല്ലേ. അതിൻ്റെ കാരണം എന്തായിരിക്കും? ദുന്ധുകാരി കേട്ടതുപോലെയല്ല നമ്മളാരും ഇത് കേൾക്കുന്നത്. അതുകൊണ്ടാണത്രേ നമുക്ക് അപ്പോൾ തന്നെ മോക്ഷം കിട്ടാത്തത്. ദുന്ധുകാരിക്ക് മറ്റ് ചിന്തകളൊന്നുമില്ലാതെ ഈ 7 ദിവസങ്ങളിലും ശ്രീ ഗുരുവായൂരപ്പനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് അത്രയധികം ഭഗവാനിൽ വിലയം പ്രാപിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഭഗവത് കഥകൾ
ശ്രദ്ധയോടെ കേട്ടതുകൊണ്ടാണ് ധുന്ധുകാരിക്ക് ഇങ്ങനെയൊരു ആത്മസാക്ഷാത്കാരം നേടാൻ ഇടവന്നത്. അപ്പോൾ എന്നാണോ നമുക്കും ഇങ്ങനെയൊക്കെ കേൾക്കാൻ പറ്റുന്നത്, അന്ന് നമുക്കും ഇതുപോലെയൊക്കെ ചെയ്യാൻ സാധിക്കില്ലേ? അങ്ങേ ലോകത്തൊരു സീറ്റ് ഉറപ്പിക്കാൻ സാധിക്കില്ലേ? നമ്മളിതൊക്കെ കേൾക്കുമ്പോൾ എന്താ ആലോചിക്കുക? നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ ആചാര്യനെ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ആലോചിക്കാറുള്ള കാര്യം എന്തൊക്കെയാണെന്നറിയോ? എത്ര നേരമായി ഈ ആചാര്യൻ ഇങ്ങനെ പടിഞ്ഞിരിക്കണു, അദ്ദേഹത്തിൻ്റെ മുട്ടുവേദനയൊന്നും ഇല്ലാത്തത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണല്ലേ? എത്ര നേരമായി ഇങ്ങനെ എന്താ ലയിച്ചിരുന്ന് അദ്ദേഹം കഥ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയൊന്നും വിടുന്നില്ല അല്ലേ? എനിക്കിതൊക്കെ ഉണ്ട്, മുട്ടുവേദന ഉണ്ട്, ശ്രദ്ധ വിടലുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ആലോചിക്കും. അത് കഴിഞ്ഞാൽ ഞാൻ വിളക്കിലെ തിരികൾ ഇങ്ങനെ അങ്ങേപ്പുറത്തെ തിരി ഒന്ന് കെട്ടിട്ടുണ്ടോ സംശയമുണ്ട്. ഇതെന്താ ഇപ്പുറത്തെ ആചാര്യൻ ഉണ്ടായിരിക്കും കേട്ടോ, നീതിക്കാനൊക്കെ ആയിട്ടും വായിക്കാനൊക്കെ ആയിട്ടും ഒരാചാര്യനും കൂടി ഉണ്ട്. അദ്ദേഹം എന്താ അത് കാണാത്തത്? കുറച്ചുകൂടി നെയ്യ് ഒഴിക്കായിരുന്നില്ലേ അതിൽ? അപ്പോഴായിരിക്കും ഒരു സ്ത്രീ ഇങ്ങനെ നടന്നു വന്ന് ഋഷിപൂവ് അവിടെ കൊണ്ടുവയ്ക്കുന്നത്. അതിൽ റോസ് പൂവ് ഉണ്ടായിരിക്കും. ഇപ്പുറത്തിരിക്കുന്ന നീതിക്കാനൊക്കെ ഇരിക്കുന്ന ആചാര്യൻ വേഗം അതെടുത്ത് ഭഗവാനെ ഇങ്ങനെ അലങ്കരിക്കും. അപ്പോൾ ഞാൻ വിചാരിക്കും, ഭഗവാനെ അലങ്കരിക്കുക. അപ്പോൾ ഇവിടെ കഥ നടക്കുക കേട്ടോ. ആ സമയത്താണ് ഇതൊക്കെ ആലോചിക്കണത്. അല്ലെങ്കിൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കൊള്ളാം, റോസ് പൂവാണോ കിട്ടിയത്? കുറച്ച് താമരപ്പൂ മതിയായിരുന്നു ഭഗവാനെ അലങ്കരിക്കാൻ. ഇങ്ങനെയൊക്കെയുള്ള ഓരോ ചിന്തകൾ പോകും. ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞു വെച്ചാലോ, നേരത്തെ എഴുന്നേറ്റ് നാമം ജപിക്കുക, അല്ലെങ്കിൽ നേരത്തെ എഴുന്നേറ്റ് ശ്രദ്ധാപൂർവം ഭഗവത് കഥകൾ കേൾക്കുകയൊക്കെ ചെയ്താൽ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കിക്കോളൂ കേട്ടോ. നല്ലോണം ക്ഷീണം വരും, ഉറക്കമൊക്കെ വരും. അപ്പോഴോ ആചാര്യൻ്റെ മുമ്പിൽ ഗംഭീരമായിട്ട് ഇരുന്ന് അങ്ങോട്ട് ഉറക്കം തൂങ്ങൽ, അതൊരു വഴിക്ക്. അത് കഴിഞ്ഞ് ഞെട്ടി ഉണർന്നാൽ ആചാര്യൻ ഇപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയത് കണ്ടിട്ടുണ്ടാവുമോ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇപ്പോൾ എന്താ തോന്നിയിട്ടുണ്ടാവുക, ഇങ്ങനെയുള്ള ചിന്തകൾ അത് വേറെ. അത് കഴിഞ്ഞാലോ, അപ്പോഴാണ് അടുത്ത ആളിങ്ങനെ ഒരു എന്താ പറയുക, മിന്നണ സാരിയൊക്കെ കൊടുത്തിട്ട് അവിടെ വന്ന് അങ്ങനെ നമസ്കരിച്ചിരിക്കണത്. അപ്പോൾ ഇത് പാരാത്, ഇവരിപ്പോൾ ഗുരുവായൂരുള്ളവർ തന്നെയാവോ? ഇവർ തൊഴാൻ വന്നപ്പോൾ ഇവർക്ക് എങ്ങനെയാണ് മനസ്സിലായി ആത്മീയ ഹോള് ഇവിടെയാണ്, ഇവിടെ ഇങ്ങനെ സപ്താഹം നടക്കേണ്ടതെന്ന്? ആ സമയത്ത് ആചാര്യൻ രണ്ടാചാര്യന്മാരുണ്ടല്ലോ, അവരൊന്ന് കണ്ടു നടിക്കലുണ്ടാവും ഈ വന്നിരുന്ന നമസ്കരിച്ച അമ്മയെ. അപ്പോൾ കണ്ടു നടിക്കുക, ആചാര്യന് പരിചയമുള്ളവരാണ്. അപ്പോൾ ഇവിടെ ഉള്ളവർ ഇനിയായിരിക്കും. അതല്ല, ഇനി വേറെ ഏതെങ്കിലും തരത്തിലാണോ, ഇവരെ മുൻകൂട്ടി അറിഞ്ഞു വന്നതാണോ, ആചാര്യൻ്റെ വായനയല്ലേ എന്നൊക്കെ കരുതിയിട്ട് ആയിരിക്കും. ഇങ്ങനെ ഓരോട്ടം ചിന്തിച്ച് ഭഗവത് കഥകൾ കേൾക്കൽ, അതൊരു വഴിക്ക് ഇങ്ങനെ കേൾക്കുന്നുണ്ടെന്നുള്ളതല്ലാതെ മുഴുവൻ സമയവും അതിൽ തന്നെ ലയിച്ചിരുന്ന് കേൾക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല കേട്ടോ. അപ്പോൾ എന്നാണോ നമുക്ക് ധുന്ധുകാരിയെ പോലെ കഥ കേൾക്കാൻ സാധിക്കുന്നത്, അന്നേ നമുക്കൊക്കെ ഭഗവാൻ ആ എടുത്തു വച്ചിരിക്കുന്ന മോക്ഷം നൽകി അനുഗ്രഹിക്കുള്ളൂ എന്ന് വേണം കരുതാൻ. എന്തായാലും എല്ലാവർക്കും ഇനി വരുന്ന സപ്താഹങ്ങൾ ഇതുപോലെ ശ്രദ്ധയോടെ കേൾക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് പേരറിയാത്ത ഭക്തർ പറഞ്ഞിട്ടുണ്ട്, ചേച്ചി ഉപാസന എന്ന് പറഞ്ഞില്ലേ, ഉപാസന എത്ര നാൾ ചെയ്യണം എന്നുണ്ടോ? 41 ദിവസം 21 ദിവസം അങ്ങനെയൊക്കെ ഉണ്ടോ എന്നാണ്. ഉപാസന എന്ന് പറഞ്ഞാൽ ലൈഫ് ടൈം എന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അതിനി മറ്റെന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നെനിക്കറിയില്ല. എന്നാലും നിങ്ങൾക്ക് ലൈഫ് ടൈം കൊണ്ടു നടക്കാനൊന്നും പറ്റില്ല എന്ന് കരുതിയിട്ട് തുടങ്ങാതിരിക്കേണ്ട. അല്ലാത്തതിനെ ഭജനം എന്ന് പറയും. 41 ദിവസം ഭജിച്ചു, 21 ദിവസം ഭജിച്ചു. ഉപാസനയാണെങ്കിൽ എല്ലാ ദിവസവും എപ്പോഴും ലൈഫ് ടൈം, ഇതിനെയാണ് ഉപാസന എന്ന് പറയുക. അപ്പോൾ ഉപാസന തുടങ്ങിയിട്ട് ഭജനത്തിൽ അവസാനിപ്പിക്കേണ്ടി വരാറുണ്ട് നമുക്കൊക്കെ അല്ലേ, പല തവണയും. അങ്ങനെയെങ്കിൽ അങ്ങനെ അതിലും പ്രസാദിക്കുന്ന ഒരു ഈശ്വരനാണ് നമ്മോടൊപ്പം ഉള്ളത്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ദ ബെസ്റ്റ് തരുന്ന ഈശ്വരന് ഒരു പ്രമാണം ഉണ്ട് കേട്ടോ. ദ ബെസ്റ്റ് ആയിരിക്കണം എൻ്റെ ഭക്ത എന്നില്ല. അദ്ദേഹത്തിന് ദ പെർഫെക്റ്റ് മാൻ അല്ലെങ്കിൽ ദ പെർഫെക്റ്റ് വുമൻ ആയിരിക്കണം നമ്മൾ എന്ന് ഒരിക്കലും അദ്ദേഹം നിർബന്ധം പിടിക്കാറില്ല. നീ ഇങ്ങനെയാണ്, എനിക്കറിയാം നിനക്ക് നല്ല മടിയുണ്ടെന്ന്, എന്നാലും ഞാനല്ലേ ഉള്ളൂ നിനക്ക് എന്ന് ചോദിക്കുന്നവനാണ് നമ്മുടെ മുന്നിൻ്റെ കൃഷ്ണൻ. അതുകൊണ്ട് ധൈര്യമായിട്ട് ഉപാസന എന്ന രീതിയിൽ തുടങ്ങിക്കോളൂ. കൊണ്ട് നടത്തി തരണേ എന്ന് നമ്മുടെ ഉണ്ണികൃഷ്ണനോട് പ്രാർത്ഥിച്ചോളൂ. അദ്ദേഹം അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തിച്ചു തരും കേട്ടോ. അടുത്തതായിട്ട് സവിതക്കുട്ടി, സന്താന ഭാഗ്യത്തിന് ഗോപാലമന്ത്രം ചൊല്ലുന്നുണ്ട്, നാരായണീയത്തിലെ ഏത് ദശകം ചൊല്ലണം എന്ന് പറയാമോ? ഞാൻ നാരായണീയം ചൊല്ലാൻ അറിയില്ല, ഫോൺ നോക്കിയാണ് പേടിച്ച് ആണ് വായിക്കുന്നത്. പ്രിയ വേണുഗോപാൽ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. ഒട്ടും പേടിക്കേണ്ട, ധൈര്യമായിട്ട് ചൊല്ലിക്കൊള്ളൂ. നടക്കുമ്പോൾ വീഴുന്നത് പോലെ വീണ് നടക്കാൻ പഠിക്കുന്നത് പോലെ ചൊല്ലി തെറ്റുകളൊക്കെ തിരുത്താൻ നമുക്ക് ഗുരുവായൂരപ്പൻ തന്നെ നമ്മളെ അനുഗ്രഹിക്കുന്നതാണ്.
നാരായണീയത്തിലെ 37, 38 ദശകങ്ങളാണ് ചൊല്ലേണ്ടത്. ഇനി 37 ചൊല്ലാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ദശകമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ 38 എന്തായാലും ചൊല്ലിക്കോളൂ കേട്ടോ. ആനന്ദരൂപ ഭഗവൻ നൈ ദേവതാരേ എന്ന് തുടങ്ങുന്ന 38ാമത്തെ ശ്രീകൃഷ്ണാവതാരം എന്ന ആ ഒരു ദശകമാണ് കേട്ടോ ചൊല്ലേണ്ടത്. അടുത്തത്, നമസ്കാരം സവിത, സംവത്സര ഏകാദശി എടുക്കുന്നതിനെ പറ്റി ഞാൻ ചോദിച്ചിരുന്നു. സവിത കണ്ടില്ല എന്നാണ് തോന്നുന്നത്, ഒന്ന് മറുപടി തരാമോ എന്ന്. ഞാൻ കണ്ടിട്ടില്ല. വൈഗ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ കാണാത്തത് കൊണ്ട് തന്നെയാണ്. സംവത്സര ഭജനം അല്ലെങ്കിൽ സംവത്സര ഏകാദശി നോൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ 24 ഏകാദശികളാണ് വരുന്നത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ മെൻസ്ട്രൽ പീരീഡിലുള്ള സ്ത്രീകളാണെങ്കിൽ 24 ഏകാദശിയും എടുക്കാൻ സാധിച്ചു എന്ന് വരില്ല. പക്ഷെ അല്ലാത്തവർക്ക്, പുരുഷന്മാർക്കാണെങ്കിലും 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്കാണെങ്കിലും മെൻസ്ട്രൽ പീരീഡ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്കാണെങ്കിലും ഒക്കെ 24 ഏകാദശിയും എടുക്കാവുന്നതാണ് കേട്ടോ. ഓരോ 15 ദിവസം കൂടുമ്പോഴാണല്ലോ ഓരോ ഏകാദശിയും വരുന്നത്. അല്ല, 15 ദിവസം ഏകാദശി 11ാമത്തെ ദിവസമാണല്ലോ ഏകാദശി വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഏകാദശി നോൽക്കുന്ന വിധമൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട്. ദശമിയുടെ അന്ന് രാത്രി ഒരിക്കൽ ഊണ് മാത്രം, ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ചുകൊണ്ട് ഏകാദശിയുടെ അന്ന് പല രീതിയിൽ നോൽക്കാം. സമ്പൂർണ്ണ ഉപവാസമായി നോൽക്കാം, അതല്ലെങ്കിൽ ധാന്യങ്ങൾ ഉപേക്ഷിച്ച് മാത്രം നോൽക്കാം, അതല്ലെങ്കിൽ പാലും പഴവും മാത്രം കഴിച്ചുകൊണ്ട് നോൽക്കാം. അതിനുശേഷം ദ്വാദശിയുടെ അന്ന് മുഹൂർത്തത്തിനനുസരിച്ച് പാരണ വീടി ആ ഒരു ഭഗവാനെ സമർപ്പിക്കാം. ഇങ്ങനെ ഒരു വർഷം മുടങ്ങാതെ ചെയ്യുന്നതിനെയാണ് സംവത്സര ഭജനം അല്ലെങ്കിൽ സംവത്സര ഏകാദശി നോൽക്കൽ എന്ന് പറയുന്നത് കേട്ടോ. അതിൽ പലരും പറയാറുണ്ട് പല ഏകാദശികളും ഒമിറ്റ് ചെയ്യണം, അത് നോൽക്കരുതെന്ന്. ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. വർഷത്തിൽ 24 ഏകാദശികളും മുടങ്ങാതെ, ഒരു മുടക്കവും കൂടാതെ നോറ്റിരുന്ന ഒരു ഭക്തയുടെ പേരക്കുട്ടിയാണ് ഞാൻ. എൻ്റെ മുത്തശ്ശി സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്, ഞാൻ കാണാറുമുണ്ട്. 83 വയസ്സ് വരെ ജീവിച്ചിരുന്ന എൻ്റെ മുത്തശ്ശി ഞാൻ കാണുന്ന സമയം മുതൽ മെൻസ്ട്രൽ പീരീഡിലല്ല. അതുകൊണ്ട് തന്നെ ഞാൻ കാണുന്ന സമയം മുതൽ 24 ഏകാദശിയും മുടക്കം കൂടാതെ നോറ്റിരുന്ന മുത്തശ്ശിയുടെ പേരക്കുട്ടിയാണ്. അതുകൊണ്ട് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും 24 ഏകാദശിയും നോൽക്കാട്ടോ. അടുത്തതായിട്ട് നന്ദു എന്ന ഭക്തനാണ് ചോദിച്ചിരിക്കുന്നത്. നമസ്കാരം സവിത. ഭക്തനാണോ ഭക്തയാണോ എനിക്കറിയില്ല കേട്ടോ. നമസ്കാരം സവിത, സവിതയിലൂടെ ഗുരുവായൂരപ്പനെ 12 നമസ്കാരം നാമം ജപത്തോടെയും അസ്മിൻ പരാത്മം ജപിച്ചും ദിവസവും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് മുട്ടുവേദന. ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു മുട്ട് കുത്തിയിരിക്കുന്നവർക്കാണ് ഇങ്ങനെ വരുന്നതെന്ന്. എനിക്കിപ്പോൾ നമസ്കാരം ചെയ്യുമ്പോൾ നല്ല വേദനയാണ് സവിത. ഇനി എങ്ങനെയാണ് ഞാൻ കണ്ണനെ നമസ്കാരം ചെയ്യുന്നത്? ഒട്ടും പരിഭ്രമിക്കേണ്ട. ഒരു കസേരയിലിരിക്കുക, ഒരു മേശപ്പുറത്തേക്ക് നെറ്റിമുട്ടിച്ച് നമസ്കരിക്കുക. നമ്മുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ മുഴുവൻ നമ്മുടെ ഉണ്ണികൃഷ്ണന് കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് നമ്മൾ കിടന്ന കിടപ്പിൽ കമിഴ്ന്ന് കിടന്ന് നെറ്റിമുട്ടിച്ചാൽ വരെ അതൊരു നമസ്കാരമായി സ്വീകരിക്കുന്നവനാണ് നമ്മുടെ പൊന്നുണ്ണികൃഷ്ണൻ. അങ്ങനെയുള്ള ഉണ്ണികൃഷ്ണനുള്ളപ്പോൾ എന്തിനാ അങ്ങനെ പരിഭ്രമിക്കണേ? തീർച്ചയായിട്ടും ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ ചെയ്താലും ഇത് സാധിക്കുന്നതാണ് കേട്ടോ. ഒരു ചുമരിലേക്ക് ഒന്ന് നെറ്റിമുട്ടിച്ച് ഇത് എൻ്റെ ഉണ്ണികൃഷ്ണൻ്റെ പാദങ്ങളാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട്, ഉണ്ണീകൃഷ്ണ ഞാനിതാ അങ്ങയുടെ തിരുമുമ്പിൽ അനന്തകോടി നമസ്കാരം ചെയ്യുന്നു എന്നൊന്ന് പറഞ്ഞു നോക്കൂ. ഉണ്ണികൃഷ്ണൻ നമ്മുടെ ചുമലിൽ പിടിച്ചുകൊണ്ട് നമ്മളെ എഴുന്നേൽപ്പിക്കും. 2 കൈയും നമ്മുടെ ആ ശിരസിൽ വെച്ച് അനുഗ്രഹിക്കും. അത്രയ്ക്ക് കാരുണ്യവാരിധിയാണ് നമ്മുടെ പൊന്നുണ്ണികൃഷ്ണൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ മുട്ടുവേദന മാറണേന്ന് പ്രാർത്ഥിച്ചോളൂ. ശരിക്കും തന്നെ എനിക്ക് നമസ്കരിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞോളൂ. എന്നിട്ട് ആ ചുമരിൽ തലമുട്ടിക്കുകയോ അല്ലെങ്കിൽ ആ ഒരു ടേബിളിൽ തലമുട്ടിക്കുകയോ ചെയ്താലും മതി കേട്ടോ. അടുത്തതായിട്ട്, ശനിദോഷം മാറാൻ ഭഗവാന് എന്ത് ചെയ്യണമെന്ന് ഒന്ന് പറയാമോ സവിത? എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ശനിയാണ്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എൻ്റെ കുടുംബം അനുഭവിക്കുന്നുണ്ട്. ഞാൻ സവിതയുടെ വീഡിയോസ് എല്ലാം കാണാറുണ്ട്. സവിത പറയുന്നത് അതുപോലെ ചെയ്യാറുണ്ട്. എനിക്ക് ഇതിനൊരു മറുപടി തരണേ എന്നാണ് ബിന്ദു ജയകുമാർ എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ഒട്ടും പറയാനറിയില്ല. ശനിദോഷത്തിന് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ജ്യോത്സ്യന്മാരല്ലേ പറയേണ്ടത്. പണ്ഡിതന്മാരായ ജ്യോത്സ്യന്മാരല്ലേ ഇതിനൊക്കെ മറുപടി പറയേണ്ടത്. ഇനി എൻ്റെ കയ്യിൽ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, നെയ്യൊഴിച്ച് വിളക്ക് കൊളുത്തി ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് നാരായണനാമം ചൊല്ലിയാൽ
തീരാത്ത ഒരു ദോഷവുമില്ല. ശനിക്കൊന്നും എടുക്കാൻ പറ്റില്ലാന്നേ. ഈ ശനിദശ എന്ന് പറയുന്നത് എല്ലാം ഒന്നും മോശമല്ല കേട്ടോ. ഇനിയിപ്പോൾ മോശം കാലമാണെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ യോഗേശ്വരനായ നമ്മുടെ പൊന്നുണ്ണി കൃഷ്ണനുള്ളപ്പോൾ എന്തിനാ വിഷമിക്കണേ? വിളക്ക് വെച്ച് നെയ്യൊഴിച്ച് കത്തിച്ച് വിളക്ക് വെച്ച് നമസ്കരിച്ചോളൂ, നാരായണനാമം ചൊല്ലിക്കോളൂ കേട്ടോ. നമസ്കരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇരുന്ന് നാരായണനാമം ചൊല്ലാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. ഒരു അരമണിക്കൂറെങ്കിലും ദിവസേന ചൊല്ലി നോക്കൂ. ജീവിതത്തിൽ മാജിക്കുകൾ സംഭവിക്കുന്നത് കാണാൻ സാധിക്കും കേട്ടോ. സവിത നമസ്കാരം. ഓം ചേർത്ത നാമം ജപിച്ചാൽ അത് മൂലമന്ത്രമാകുമെന്ന്, അങ്ങനെ ജപിക്കാൻ ദീക്ഷ എടുക്കണമെന്നും പറയുന്നത് ശരിയാണോ? പിന്നെ രാമായണം വായിക്കാൻ എനിക്ക് ഇഷ്ടമാണ്, വായിക്കാൻ അറിയില്ല, അറിയുന്നത് പോലെ വായിക്കുന്നതിൽ കുഴപ്പമുണ്ടോ? മറുപടി തരുമോ? സവിതയിലൂടെ കിട്ടുന്ന മറുപടി ഭഗവാൻ പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് ശോഭാസി എന്ന ഭക്ത പറഞ്ഞിരിക്കുന്നത്. ഭഗവാനിൽ നിന്ന് കിട്ടുന്ന മറുപടിയല്ല, ഞാൻ പറയുന്ന മറുപടി. ഓം ചേർത്താൽ എല്ലാം മൂലമന്ത്രമാവുകയില്ല. ഓരോ ഈശ്വരന്മാർക്ക് ഓം നമോ ഭഗവതി വാസുദേവായ എന്ന് പറയുന്നത് മൂലമന്ത്രമല്ല. ഓം ചേർത്താണ് ചൊല്ലുന്നതെങ്കിലും അത് മൂലമന്ത്രമല്ല. അപ്പോൾ ഓം ചേർത്താൽ മൂലമന്ത്രമാവും എന്നില്ല. പക്ഷെ ഓം എന്ന പ്രണവാകാരം നമുക്ക് ഉച്ചരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ശുദ്ധം നോക്കണം എന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അശുദ്ധിയുള്ള സമയത്ത്, പുലാവാലായ്മ തുടങ്ങിയ കാര്യങ്ങളുള്ള സമയത്ത്, ദേഹശുദ്ധി വരുത്താത്ത സമയത്തൊന്നും ഓം ചേർക്കുന്നത് ഉത്തമമായിരിക്കില്ല എന്നാണ് ആചാര്യന്മാർ പറയാറുള്ളത്. അതൊന്ന് ശ്രദ്ധിച്ചോളൂ. അതിന് പ്രത്യേകം ദീക്ഷ എടുക്കണമെന്നോ അതിന് പ്രത്യേകം വേറെ എന്തെങ്കിലും ചെയ്യണമെന്നോ ഞാൻ കേട്ടിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ വെജിറ്റേറിയൻ ആയതുകൊണ്ട് ദീക്ഷ സ്വീകരിച്ച് വെജിറ്റേറിയൻ ആയാൽ മാത്രമേ ഓം ചേർക്കാൻ പാടുള്ളൂ എന്നാണോ ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിലും ഈ ശുദ്ധത്തിൽ നോൺ വെജിറ്റേറിയൻ കഴിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ശുദ്ധം നോക്കണം എന്ന് പറഞ്ഞാൽ അതിലെല്ലാം ആയി. അപ്പോൾ ആയിരിക്കണം. നമ്മൾ കുളിച്ച് ഇങ്ങോട്ട് വരുന്ന സമയത്താണെങ്കിൽ നമുക്ക് ചൊല്ലാം, ഓം ചേർത്ത് നാമം ചൊല്ലാം, എന്താ കുഴപ്പം? ആ പ്രണവാകാരത്തിന് അത്രയും ശക്തിയുണ്ട് എന്നുള്ളത് കൊണ്ട് അത് നമ്മൾ ജപിക്കുമ്പോൾ എപ്പോഴും ശുദ്ധം നോക്കണമെന്ന് ആചാര്യന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ശുദ്ധം നോക്കണം എന്ന് പറയണത്, ഞാൻ എന്താണോ പഠിച്ചത്, ഞാൻ എന്താണോ ശീലിച്ചത്, അത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ. നമ്മുടെ അമൃത എന്ന ഭക്തയുണ്ട്. ആ പെൺകുട്ടിക്ക് എല്ലാം ഉണ്ണികൃഷ്ണനാണ്. എല്ലാം ഉണ്ണികൃഷ്ണൻ്റെ കൂടെയാണ് ഉറങ്ങുക, ഉണ്ണുക, എല്ലാം. നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ഉണ്ണികൃഷ്ണൻ അടുത്തുണ്ടായിരിക്കും, കിടന്നുറങ്ങുകയാണെങ്കിലും ഉണ്ണികൃഷ്ണൻ അടുത്തുണ്ടാവും. പീരീഡ്സ് ടൈം ആണെങ്കിലും അമൃതയുടെ ഗോവിന്ദൻ ഉണ്ടായിരിക്കും. അപ്പോൾ അമൃത ഒരിക്കൽ പറഞ്ഞു, അത് ശാരീരികമായിട്ടുള്ള കാര്യം, ഞാൻ എൻ്റെ ഉണ്ണികൃഷ്ണനായിട്ടുള്ള ബന്ധം അതിനേക്കാളും ഉപരിയാണെന്ന്. അത്രയും ഭക്തി തലത്തിലെത്തിയ ഒരാളെ തിരുത്താൻ ഞാൻ ആളല്ല കേട്ടോ. ഞാൻ അമൃതയോട് പറഞ്ഞു, അമൃതയുടെ ശരി ഒരിക്കലും തെറ്റല്ല എന്ന്. കാരണം ആ കുട്ടി അത്ര എത്തിയുണ്ട്. ആ കുട്ടിയുടെ ഉള്ളിൽ ഗുരുവായൂരപ്പൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവരാണ് നിങ്ങൾ എന്ന് ഉറപ്പുണ്ടെങ്കിൽ. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളല്ല. എനിക്ക് ജീവിതത്തിൽ എല്ലാവിധ പ്രാരബ്ധങ്ങളും ഉള്ള ആളാണ്. സാധാരണ ഒരു വീട്ടമ്മ എന്തെല്ലാം കാര്യങ്ങളാണോ നേരിടുന്നത് അതെല്ലാം നേരിടുന്ന ഒരു സാധാരണ ആളാണ് ഞാൻ. അപ്പോൾ ഭക്തിയുടെ തലം എത്ര എന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ ഒരു 0.5% ഒക്കെ എനിക്കൊരു വിശ്വാസം ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ഞാൻ ശുദ്ധം നോക്കിയേ പറ്റൂ. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ സവിതയ്ക്ക് എന്ത് പറഞ്ഞാലും ശുദ്ധം നോക്കണം എന്നാണ്. സവിത എന്താ എപ്പോഴും ഇങ്ങനെ ശുദ്ധത്തിനെ കുറിച്ച് പറയണത്? ആ കുട്ടി അങ്ങനെയായിരിക്കും, അതുകൊണ്ടോ? അങ്ങനെയല്ല കേട്ടോ, അങ്ങനെയല്ല. നമ്മൾ എല്ലാവരും ശുദ്ധം നോക്കണം. നമ്മുടെ മനസ്സ് എത്രത്തോളം ഉയർന്നിട്ടുണ്ട് എന്നുള്ളതിനനുസരിച്ച് നമുക്ക് ആ ശുദ്ധത്തിൻ്റെ അളവ് കുറയ്ക്കാൻ സാധിച്ചാൽ നന്നായി കേട്ടോ. അടുത്തതായിട്ട് സവിതമോളെ ഒരു കാര്യം അറിയാനായിരുന്നു. ഗുരുവായൂർ അമ്പലത്തിൽ ചുറ്റുവിളക്ക് കത്തിക്കാൻ വേണ്ടി ഒരു നേർച്ച ഉണ്ടായിരുന്നു. അതിന് എത്ര രൂപയാണ് ആവുക എന്നാണ്? 1.5 ലക്ഷം രൂപയാണെന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ. ചുറ്റുവിളക്ക് ഷീട്ടാക്കാനായിട്ട് 1.5 ലക്ഷം രൂപയാണ്. വിളക്കെഴുന്നള്ളിപ്പിൻ്റെ രാത്രിയിലത്തെ ശിവേലിയും അതെല്ലാം ഈ ചുറ്റുവിളക്കുകാരുടെ വകയാണ് വരുന്നത്. ഞാൻ ഒരിക്കലൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, 9,000 തിരികളാണ് ഒറ്റ ടൈം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചുറ്റുവിളക്കിന് നടക്കുന്നത്. ഈ 9,000 തിരികളും അന്നത്തെ ആ ചുറ്റുവിളക്കിൻ്റെ വിളക്കെഴുന്നള്ളിപ്പും എല്ലാം ഈ ഒരു ഭക്തൻ്റെ വകയാണ്. അതുകൊണ്ട് 1.5 ലക്ഷം രൂപയാണ് ചുറ്റുവിളക്കിൻ്റെ ആളുകൾക്ക് ക്ഷേത്രത്തിലെ വഴിപാടിനായിട്ട് അടയ്ക്കേണ്ടത്. അടുത്തതായിട്ട്
സവിത ഭഗവാൻ തന്ന ഒരു അനുഭവം ഇവിടെ പങ്കുവെക്കുകയാണ്. എൻ്റെ മകൾക്ക് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, മകളുടെ ആരോഗ്യം നേരെയാക്കിയാൽ അത് സവിതയുടെ ചാനലിലൂടെ ഞാൻ പറഞ്ഞുകൊള്ളാം എന്ന്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. മെഡിസിൻ കഴിച്ചെങ്കിലും എൻ്റെ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് എല്ലാം ഭേദമായി എന്ന്. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഇനിയും ഇനിയും ഒരുപാടുണ്ടാവട്ടെ. സന്തോഷമുണ്ട് കേട്ടോ. നമ്മൾ കൃഷ്ണാരിമിത്രങ്ങൾ എല്ലാവരോടും കൂടി ഇത് പങ്കുവച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. അടുത്തതായിട്ട് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണാമെന്ന് വിചാരിക്കുന്നു. സർവ്വരോഗവിനാശന, സർവ്വപാപവിനാശന, സർവ്വദുഃഖവിനാശന, സർവ്വസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. തുൽപ്രസാദായ ഭൂയാൽ. ശ്രീ ഗുരുവായൂരപ്പ തുൽപ്രസാദായ ഭൂയാൽ.